JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പ്ലാന്റ് അസിസ്റ്റന്റ് ഗ്രേഡ് 3 തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ചുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള എല്ലാ ക്ലാസ്സുകളും ഈ ചാനലിലൂടെ ലഭ്യമാണ്. ക്ലാസ്സുകളെല്ലാം തന്നെ പ്ലേലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് റാങ്ക് ഫയലും ലഭ്യമാണ്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥി ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ റാങ്ക് ഫയൽ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. ഇന്ന് നമ്മളൊരു റിവിഷൻ ക്ലാസ് ആണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് രൂപത്തിലുള്ള ഒരു റിവിഷൻ ക്ലാസ് ആണ്. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് റിവിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റിവിഷൻ ക്ലാസ് എല്ലാവരും കൃത്യമായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പ്രധാനപ്പെട്ട ക്ലാസ് ആണ്. കൃത്യമായിട്ട് തന്നെ എല്ലാ ക്ലാസ്സുകളും എല്ലാവർക്കും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അയച്ച ചോദ്യം നോക്കാം. ഡയറി പ്ലാന്റില് ക്ലീനിങ് കെമിക്കലുകൾ ഉപയോഗിക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ഡയറി പ്ലാന്റില് ക്ലീനിങ് കെമിക്കലുകൾ ഉപയോഗിക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? പാൽ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാന്, ബാക്ടീരിയ വളർച്ച തടയാന്, ശുചിത്വം ഉറപ്പാക്കാൻ. അപ്പോൾ ഡയറി പ്ലാന്റില് ക്ലീനിങ് കെമിക്കലുകൾ ഉപയോഗിക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യങ്ങളാണ്: ഒന്ന്, പാലവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാന്, ബാക്ടീരിയ വളർച്ച തടയാന്, ശുചിത്വം ഉറപ്പാക്കാൻ. അടുത്ത ക്വസ്റ്റ്യൻ, ആൽക്കലൈൻ ക്ലീനർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ആൽക്കലൈൻ ക്ലീനർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ആൽക്കലൈൻ ക്ലീനർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? കൊഴുപ്പ്, പ്രോട്ടീൻ എന്നിവ നീക്കം ചെയ്യാൻ. കൊഴുപ്പ്, പ്രോട്ടീൻ എന്നിവ നീക്കം ചെയ്യാനാണ് ആൽക്കലൈൻ ക്ലീനർ ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ആസിഡിക് ക്ലീനർ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ആസിഡിക് ക്ലീനർ ഉപയോഗിക്കുന്നത് എന്തിനാണ്? മിനറൽ ഡെപ്പോസിറ്റ്, മിൽക്ക് സ്റ്റോൺ എന്നിവ നീക്കം ചെയ്യാൻ. മിനറൽ ഡെപ്പോസിറ്റ്, മിൽക്ക് സ്റ്റോൺ എന്നിവ നീക്കം ചെയ്യാൻ. അപ്പോൾ ആസിഡ് ക്ലീനർ ഉപയോഗിക്കുന്നത് എന്തിനാണ്? മിനറൽ ഡെപ്പോസിറ്റ്, മിൽക്ക് സ്റ്റോൺ എന്നിവ നീക്കം ചെയ്യാൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഡിറ്റർജന്റ് എന്നത് എന്താണ്? ഡിറ്റർജന്റ് എന്നത് എന്താണ് ഡിറ്റർജന്റ്? മാലിന്യങ്ങളും കൊഴുപ്പും അഴിക്കാൻ സഹായിക്കുന്ന ക്ലീനിങ് കെമിക്കൽ. മാലിന്യങ്ങളും കൊഴുപ്പും അഴിക്കാൻ സഹായിക്കുന്ന ക്ലീനിങ് കെമിക്കൽ ആണ് ഡിറ്റർജന്റ്. ഓർത്തിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, സാനിറ്റൈസർ ഉപയോഗിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? സാനിറ്റൈസർ ഉപയോഗിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഹാനികരമായ സൂക്ഷ്മജീവികളെ നശിപ്പിക്കാൻ. ഹാനികരമായ സൂക്ഷ്മജീവികളെ നശിപ്പിക്കാനാണ് സാനിറ്റൈസർ ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സാധാരണ ഉപയോഗിക്കുന്ന സാനിറ്റൈസറുകൾ ഏതെല്ലാം? സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാനിറ്റൈസറുകൾ ഉണ്ട്. അത് ഏതെല്ലാമാണ്? ക്ലോറിന്, അയോഡിൻ, ക്വാട്ടേർണി അമോണിയം കമ്പൗണ്ടുകള്. ക്ലോറിൻ, അയോഡിൻ, ക്വാട്ടേർണി അമോണിയം കമ്പൗണ്ടുകള്. ഇതൊക്കെയാണ് സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്ന സാനിറ്റൈസറുകള്. അടുത്ത ക്വസ്റ്റ്യൻ, CIP അതായത് ക്ലീൻ ഇൻ പ്ലേസ് സിസ്റ്റത്തില് ക്ലീനിങ് കെമിക്കലുകൾ എങ്ങനെ ഉപയോഗിക്കുന്നു? CIP സിസ്റ്റത്തില് ക്ലീനിങ് കെമിക്കലുകൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? യന്ത്രങ്ങൾ പൊളിക്കാതെ അകത്തുകൂടി കെമിക്കലുകൾ ഒഴുക്കി ശുചീകരിക്കുന്നു. യന്ത്രങ്ങൾ പൊളിക്കാതെ അകത്തൂടെ കെമിക്കലുകൾ ഒഴുക്കി ശുചീകരിക്കുന്നു. അതാണ് CIP സിസ്റ്റത്തില് ക്ലീനിങ് കെമിക്കലുകൾ ഉപയോഗിക്കുന്നത്. എങ്ങനെയാണ്? യന്ത്രങ്ങൾ പൊളിക്കാതെ അകത്തൂടെ കെമിക്കലുകൾ ഒഴുക്കി ശുചീകരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, പാൽ സ്വീകരണം എന്താണ്? മിൽക്ക് റിസപ്ഷൻ അതായത് പാൽ സ്വീകരണം എന്താണ്? കർഷകരിൽ നിന്ന് അല്ലെങ്കിൽ ശേഖരണ കേന്ദ്രങ്ങളിൽ നിന്ന് പാൽ സ്വീകരിക്കുന്ന പ്രക്രിയ. കർഷകരിൽ നിന്ന് അല്ലെങ്കിൽ ശേഖരണ കേന്ദ്രങ്ങളിൽ നിന്ന് പാൽ സ്വീകരിക്കുന്ന പ്രക്രിയ. അടുത്ത ക്വസ്റ്റ്യൻ, പാൽ ഫിൽട്രേഷൻ ചെയ്യുന്നത് എന്തിന്? പാല് ഫിൽട്രേഷൻ ചെയ്യുന്നുണ്ട്. അത് എന്തിനാണ് ചെയ്യുന്നത്? പൊടി, മാലിന്യങ്ങൾ തുടങ്ങിയവ നീക്കം ചെയ്യാൻ. പാൽ ഫിൽട്രേഷൻ ചെയ്യുന്നത് എന്തിനാണ്? പൊടി, മാലിന്യങ്ങൾ എന്നിവ നീക്കം ചെയ്യാൻ. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റാൻഡർഡൈസേഷൻ എന്നത് എന്താണ്? സ്റ്റാൻഡർഡൈസേഷൻ എന്നത് എന്താണ്? പാലിലെ കൊഴുപ്പ്, SNF എന്നിവ നിശ്ചിത അളവിൽ ക്രമീകരിക്കുന്നത്. സ്റ്റാൻഡർഡൈസേഷൻ എന്നാൽ എന്താണ്? പാലിലെ കൊഴുപ്പ്, SNF എന്നിവ നിശ്ചിത അളവിൽ ക്രമീകരിക്കുന്നതാണ് സ്റ്റാൻഡർഡൈസേഷൻ. അടുത്ത് പാസ്ചറൈസേഷൻ എന്താണ്? പാസ്ചറൈസേഷൻ എന്താണ്? പാൽ നിശ്ചിത താപനിലയിൽ ചൂടാക്കി രോഗാണുക്കൾ നശിപ്പിക്കുന്ന പ്രക്രിയ. പാല് നിശ്ചിത താപനിലയിൽ ചൂടാക്കി രോഗാണുക്കൾ നശിപ്പിക്കുന്ന പ്രക്രിയ എന്താണ്? പാസ്ചറൈസേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, HTST പാസ്ചറൈസേഷൻ എന്നത് എന്താണ്?
HTST പാസ്ചറൈസേഷൻ എന്ന എന്താണ് 72 ഡിഗ്രി സെൽഷ്യസിൽ 15 സെക്കൻഡ് പാൽ ചൂടാക്കുന്ന രീതി. അതാണ് HTST പാസ്ചറൈസേഷൻ. 72 ഡിഗ്രി സെൽഷ്യസിൽ 15 സെക്കൻഡ് പാൽ ചൂടാക്കുന്ന രീതിയാണ് HTST പാസ്ചറൈസേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഹോമോജനൈസേഷൻ എന്തിന് ചെയ്യുന്നു? ഹോമോജനൈസേഷൻ എന്തിനാണ് ചെയ്യുന്നത്? കൊഴുപ്പ് കണങ്ങൾ ഒരേപോലെ വിതരണം ചെയ്യാൻ. കൊഴുപ്പ് കണങ്ങൾ ഒരേപോലെ വിതരണം ചെയ്യാനാണ് ഹോമോജനൈസേഷൻ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കൂളിംഗ് ചെയ്യുന്നത് എന്തിന്? കൂളിംഗ് ചെയ്യുന്നത് എന്തിന്? ബാക്ടീരിയ വളർച്ച കുറയ്ക്കാനാണ് കൂളിംഗ് ചെയ്യുന്നത്. കൂളിംഗ് ചെയ്യുന്നത് എന്തിനാണ്? ബാക്ടീരിയയുടെ വളർച്ച കുറയ്ക്കാൻ. അടുത്ത ക്വസ്റ്റ്യൻ, പാക്കേജിംഗ് എന്നത് എന്താണ്? പാൽ സുരക്ഷിതമായി പൊതിയുന്ന പ്രക്രിയ. പാൽ സുരക്ഷിതമായി പൊതിയുന്ന പ്രക്രിയയാണ് പാക്കേജിംഗ്. മിൽക്ക് റിസീവിംഗ് ടാങ്ക് എന്തിന് ഉപയോഗിക്കുന്നു? മിൽക്ക് റിസീവിംഗ് ടാങ്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത്? പ്ലാന്റിലെത്തിയ പാലൊക്കെ ശേഖരിക്കാൻ. പ്ലാന്റിലെത്തിയ പാൽ ശേഖരിക്കാൻ എന്തിനാണ് മിൽക്ക് റിസീവിംഗ് ടാങ്ക് ഉപയോഗിക്കുന്നു? മിൽക്ക് റിസീവിംഗ് ടാങ്ക് ഉപയോഗിക്കുന്നത് എന്തിനാണ്? പ്ലാന്റിലെത്തിയ പാൽ ശേഖരിക്കാൻ. പാസ്ചറൈസർ എന്താണ്? പാസ്ചറൈസർ എന്താണ്? പാൽ ചൂടാക്കി രോഗാണുക്കൾ നശിപ്പിക്കുന്ന യന്ത്രം. അതാണ് പാസ്ചറൈസർ. പാലൊക്കെ ചൂടാക്കി രോഗാണുക്കളെ നശിപ്പിക്കുന്ന യന്ത്രമാണ് പാസ്ചറൈസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഹോമോജനൈസർ ഉപയോഗിക്കുന്നത് എന്തിന്? ഹോമോജനൈസർ ഉപയോഗിക്കുന്നത് എന്തിന്? പാലിലെ കൊഴുപ്പ് കണങ്ങൾ ചെറുതാക്കാൻ. പാലിലെ കൊഴുപ്പ് കണങ്ങൾ ചെറുതാക്കാനാണ് ഹോമോജനൈസർ ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സെൻട്രിഫ്യൂജ് ക്രീം സെപ്പറേറ്റർ എന്തിന് ഉപയോഗിക്കുന്നു? സെൻട്രിഫ്യൂജ് ക്രീം സെപ്പറേറ്റർ എന്തിന് ഉപയോഗിക്കുന്നു? പാലിൽ നിന്നും ക്രീം വേർതിരിക്കാൻ. സെൻട്രിഫ്യൂജർ ക്രീം സെപ്പറേറ്റർ എന്തിന് ഉപയോഗിക്കുന്നു? പാലിൽ നിന്ന് ക്രീം വേർതിരിക്കാൻ. അടുത്ത ചോദ്യം, പ്ലേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചർ എന്താണ്? പ്ലേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചർ അതായത് PHE എന്താണ്? പാൽ ചൂടാക്കാനും തണുപ്പിക്കാനും ഉപയോഗിക്കുന്ന ഉപകരണം. പാൽ ചൂടാക്കാനും തണുപ്പിക്കാനും ഉപയോഗിക്കുന്ന ഉപകരണമാണ് പ്ലേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചർ. അടുത്ത്, ബോയിലർ ഉപയോഗിക്കുന്നത് എന്തിന്? ബോയിലർ ഉപയോഗിക്കുന്നത് എന്തിന്? ആവി ഉൽപ്പാദിപ്പിക്കാൻ. സ്റ്റീം ഉൽപ്പാദിപ്പിക്കാൻ, ആവി ഉൽപ്പാദിപ്പിക്കാനാണ് ബോയിലർ ഉപയോഗിക്കുന്നത്. ചില്ലർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ചില്ലർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? പാൽ വേഗത്തിൽ തണുപ്പിക്കാൻ. ചില്ലർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? പാൽ വേഗത്തിൽ തണുപ്പിക്കാൻ. അടുത്ത്, CIP സിസ്റ്റം എന്താണ്? CIP സിസ്റ്റം ഡയറി ഉപകരണങ്ങൾ അഴിച്ചു മാറ്റാതെ ശുചീകരിക്കുന്ന സംവിധാനം. ഡയറി ഉപകരണങ്ങളൊക്കെ അഴിച്ചു മാറ്റാതെ ശുചീകരിക്കുന്ന സംവിധാനമാണ് CIP സിസ്റ്റം. അടുത്ത ചോദ്യം, ക്ലീനിങ് കെമിക്കലുകൾ തെറ്റായ അളവിൽ ഉപയോഗിച്ചാൽ എന്തു സംഭവിക്കും? ക്ലീനിങ് കെമിക്കലുകളൊക്കെ തെറ്റായ അളവിൽ ഉപയോഗിച്ചാൽ എന്തു സംഭവിക്കും? ഉപകരണങ്ങൾ നശിക്കാം, പാൽ മലിനമാകാം, ആരോഗ്യ അപകടം ഉണ്ടാകാം. ക്ലീനിങ് കെമിക്കലുകൾ തെറ്റായ അളവിൽ ഉപയോഗിച്ചാൽ ചില ഉപകരണങ്ങളൊക്കെ നശിക്കാം, പാലൊക്കെ മലിനമാകാം, ആരോഗ്യ അപകടമൊക്കെ ഉണ്ടാകും. അടുത്ത ക്വസ്റ്റ്യൻ, ക്ലോറിൻ സാനിറ്റൈസറിന്റെ പ്രധാന ഗുണം എന്താണ്? ക്ലോറിൻ സാനിറ്റൈസറിന്റെ പ്രധാന ഗുണം എന്താണ്? വേഗത്തിൽ ബാക്ടീരിയ നശിക്കുന്നു. ക്ലോറിൻ സാനിറ്റൈസറിന്റെ പ്രധാന ഗുണം എന്താണ്? വേഗത്തിൽ ബാക്ടീരിയ നശിപ്പിക്കുന്നു. അയോഡിൻ സാനിറ്റൈസർ ഏത് നിറത്തിൽ കാണപ്പെടും? അയോഡിൻ സാനിറ്റൈസർ ഏത് നിറത്തിലാണ് കാണപ്പെടുന്നത്? തവിട്ട് നിറത്തിൽ അല്ലെങ്കിൽ ബ്രൗൺ നിറത്തിലാണ് കാണപ്പെടുന്നത്. അയോഡിൻ സാനിറ്റൈസർ ഏത് നിറത്തിൽ കാണപ്പെടുന്നു? തവിട്ട് അല്ലെങ്കിൽ ബ്രൗൺ നിറത്തിൽ കാണപ്പെടുന്നു. ക്വാട്ടർണറി അമോണിയം കോമ്പൗണ്ടുകൾ QAC ഉപയോഗിക്കുന്നതിന്റെ പ്രത്യേകത എന്ത്? ക്വാട്ടർണറി അമോണിയം കോമ്പൗണ്ടുകൾ ഉപയോഗിക്കുന്നതിന്റെ പ്രത്യേകത എന്ത്? ദീർഘകാല ബാക്ടീരിയ നിയന്ത്രണം നൽകുന്നു. ദീർഘകാല ബാക്ടീരിയ നിയന്ത്രണം നൽകുന്നു. ക്വാട്ടർണറി അമോണിയം കോമ്പൗണ്ടുകൾ ഉപയോഗിക്കുന്നതിന്റെ പ്രത്യേകത എന്താണ്? ദീർഘകാല ബാക്ടീരിയ നിയന്ത്രണം നൽകുന്നു. CIP ക്ലീനിങ്ങിൽ ആദ്യം ചെയ്യുന്നത് ഏതു ഘട്ടമാണ്? CIP ക്ലീനിങ്ങിൽ ആദ്യം ചെയ്യുന്നത് ഏതു ഘട്ടമാണ്? പ്രീ റിൻസിങ് വെള്ളം കൊണ്ട് കഴുകൽ. അതാണ് CIP ക്ലീനിങ്ങിൽ ആദ്യം ചെയ്യുന്ന ഏത് ഘട്ടമാണ്? വെള്ളം കൊണ്ട് കഴുകൽ, പ്രീ റിൻസിങ്. അടുത്ത ക്വസ്റ്റ്യൻ,
ആസിഡ് റിൻസ് സാധാരണയായി ചെയ്യുന്നത് എന്തിനു ശേഷം? ആസിഡ് റിൻസ് സാധാരണയായി ചെയ്യുന്നത് എന്തിനു ശേഷമാണ്? ആൽക്കലൈൻ വാഷിന് ശേഷമാണ് അല്ലെ? ആൽക്കലൈൻ വാഷിന് ശേഷമാണ് ആസിഡ് റിൻസ് സാധാരണയായി ചെയ്യുന്നത്. ക്ലീനിങ് സമയത്ത് PPE ഉപയോഗിക്കേണ്ടത് എന്തിന്? ക്ലീനിങ് സമയത്ത് PPE ഉപയോഗിക്കേണ്ടത് എന്തിനാണ്? കെമിക്കൽ പൊള്ളൽ അപകടങ്ങളൊക്കെ ഒഴിവാക്കാൻ. കെമിക്കൽ പൊള്ളൽ അപകടങ്ങൾ ഒഴിവാക്കാൻ ക്ലീനിങ് സമയത്ത് PPE ഉപയോഗിക്കുന്നത് എന്തിനാണ്? കെമിക്കൽ പൊള്ളൽ അപകടങ്ങൾ ഒഴിവാക്കാൻ. റോ മിൽക്ക് എന്നത് എന്താണ്? റോ മിൽക്ക് എന്നത് എന്താണ്? പാസ്ചറൈസേഷൻ ചെയ്യാത്ത പാല്, അതാണല്ലേ റോ മിൽക്ക്. റോ മിൽക്ക് എന്നാൽ എന്താണ്? പാസ്ചറൈസേഷൻ ചെയ്യാത്ത പാല്. മിൽക്ക് ചില്ലിംഗ് എന്നത് എന്താണ്? മിൽക്ക് ചില്ലിംഗ് എന്നത് എന്താണ്? പാൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ തണുപ്പിക്കല്, അതാണ് മിൽക്ക് ചില്ലിംഗ്. മിൽക്ക് ചില്ലിംഗ് എന്നത് എന്താണ്? പാല് 4 ഡിഗ്രി സെൽഷ്യസ് വരെ തണുപ്പിക്കല്. ബാക്ടീരിയൽ കൗണ്ട് കുറയ്ക്കാൻ ഏറ്റവും പ്രധാന ഘട്ടം ഏത്? ബാക്ടീരിയൽ കൗണ്ട് കുറയ്ക്കാൻ ഏറ്റവും പ്രധാന ഘട്ടം ഏതാണ്? പാസ്ചറൈസേഷൻ. ബാക്ടീരിയൽ കൗണ്ട് കുറയ്ക്കാൻ ഏറ്റവും പ്രധാന ഘട്ടം ഏതാണ്? പാസ്ചറൈസേഷൻ. SNF എന്നത് എന്തിന്റെ ചുരുക്ക രൂപമാണ്? സോളിഡ്സ് നോട്ട് ഫാറ്റ്. SNF എന്തിന്റെ ചുരുക്ക രൂപമാണ്? സോളിഡ്സ് നോട്ട് ഫാറ്റ്. ക്രീം സെപ്പറേഷൻ സാധാരണയായി ഏത് തത്വത്തിൽ ആണ് പ്രവർത്തിക്കുന്നത്? ക്രീം സെപ്പറേഷൻ സാധാരണയായി ഏത് തത്വത്തിലാണ് പ്രവർത്തിക്കുന്നത്? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ക്രീം സെപ്പറേഷൻ സാധാരണയായി ഏത് തത്വത്തിലാണ് പ്രവർത്തിക്കുന്നത്? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. സ്റ്റോറേജ് ടാങ്കിൽ പാൽ സൂക്ഷിക്കുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം? സ്റ്റോറേജ് ടാങ്കില് പാൽ സൂക്ഷിക്കുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം? എന്ത് ശ്രദ്ധിക്കണം? താപനില, ശുചിത്വം, അടച്ച നില എന്നിവ ശ്രദ്ധിക്കണം അല്ലെ? സ്റ്റോറേജ് ടാങ്കില് പാൽ സൂക്ഷിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? താപനില ശ്രദ്ധിക്കണം, ശുചിത്വം ശ്രദ്ധിക്കണം, അടച്ച നില ശ്രദ്ധിക്കണം. മിൽക്ക് അഡൾട്ടറേഷൻ എന്നത് എന്താണ്? മിൽക്ക് അഡൾട്ടറേഷൻ എന്നത് എന്താണ്? പാലിൽ അനാവശ്യ വസ്തുക്കൾ ചേർക്കൽ, അതാണ് മിൽക്ക് അഡൾട്ടറേഷൻ. പാലിൽ അനാവശ്യ വസ്തുക്കൾ ചേർക്കൽ, അതാണ് മിൽക്ക് അഡൾട്ടറേഷൻ. ലാക്ടോമീറ്റർ ഉപയോഗിക്കുന്നത് എന്തിന്? പാലിന്റെ സാന്ദ്രത അല്ലെങ്കിൽ ഡെൻസിറ്റി പരിശോധിക്കാൻ. ലാക്ടോമീറ്റർ ഉപയോഗിക്കുന്നത് എന്തിനാണ്? പാലിന്റെ സാന്ദ്രത അല്ലെങ്കിൽ ഡെൻസിറ്റി പരിശോധിക്കാൻ. മിൽക്ക് ടെസ്റ്റിംഗ് പ്ലാന്റിൽ എപ്പോഴാണ് നടത്തുന്നത്? മിൽക്ക് ടെസ്റ്റിംഗ് പ്ലാന്റിൽ എപ്പോഴാണ് നടത്തുന്നത്? മിൽക്ക് റിസപ്ഷൻ സമയത്ത്. മിൽക്ക് ടെസ്റ്റിംഗ് പ്ലാന്റിൽ എപ്പോഴാണ് നടത്തുന്നത്? മിൽക്ക് റിസപ്ഷൻ സമയത്ത്. പാസ്ചറൈസ്ഡ് മിൽക്ക് എത്ര ദിവസത്തേക്ക് സാധാരണ സുരക്ഷിതമാണ്? പാസ്ചറൈസ്ഡ് മിൽക്ക് എത്ര ദിവസത്തേക്ക് സാധാരണ സുരക്ഷിതമാണ്? 2-3 ദിവസം തണുപ്പില് സൂക്ഷിച്ചാൽ അത് സാധാരണ സുരക്ഷിതമാണ്. ബൾക്ക് മിൽക്ക് കൂളർ എന്തിന് ഉപയോഗിക്കുന്നു? ബൾക്ക് മിൽക്ക് കൂളർ അല്ലെങ്കിൽ BMC എന്തിന് ഉപയോഗിക്കുന്നു? പാൽ ശേഖരിച്ച് തണുപ്പിക്കാൻ. പാല് ശേഖരിച്ച് തണുപ്പിക്കാനാണ് ബൾക്ക് മിൽക്ക് കൂളർ ഉപയോഗിക്കുന്നു. സ്റ്റോറേജ് സിലോ എന്നത് എന്താണ്? സ്റ്റോറേജ് സിലോ എന്നത് എന്താണ്? വലിയ അളവിൽ പാൽ സൂക്ഷിക്കുന്ന ടാങ്കാണ് സ്റ്റോറേജ് സിലോ. മിൽക്ക് പമ്പ് ഉപയോഗിക്കുന്നത് എന്തിന്? മിൽക്ക് പമ്പ് ഉപയോഗിക്കുന്നത് എന്തിന്? പാല് ഒരു യൂണിറ്റിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റാൻ. പാല് ഒരു യൂണിറ്റിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റാനാണ് മിൽക്ക് പമ്പ് ഉപയോഗിക്കുന്നത്. വെയിങ് സ്കെയിൽ ഡയറി പ്ലാന്റിൽ എന്തിന്? വെയിങ് സ്കെയില് ഡയറി പ്ലാന്റിൽ എന്തിനാണ്? പാലിന്റെ ഭാരം അളക്കാൻ. വെയിങ് സ്കെയില് ഡയറി പ്ലാന്റിൽ എന്തിനാണ്? പാലിന്റെ ഭാരം അളക്കാൻ. ഫില്ലിംഗ് മെഷീൻ എന്താണ്? ഫില്ലിംഗ് മെഷീൻ എന്താണ്? പാൽ പാക്കറ്റുകളിൽ നിറയ്ക്കുന്ന യന്ത്രം. പാല് പാക്കറ്റുകളിൽ നിറയ്ക്കുന്ന യന്ത്രമാണ് ഫില്ലിംഗ് മെഷീൻ. സീലിംഗ് മെഷീൻ ഉപയോഗിക്കുന്നത് എന്തിന്? സീലിംഗ് മെഷീൻ ഉപയോഗിക്കുന്നത് എന്തിനാണ്? പാൽ പാക്കറ്റുകൾ അടയ്ക്കാൻ. പാൽ പാക്കറ്റുകൾ അടയ്ക്കാനാണ് സീലിംഗ് മെഷീൻ ഉപയോഗിക്കുന്നത്. ജനറേറ്റർ ഡയറി പ്ലാന്റിൽ എന്തിന് ആവശ്യമാണ്? ജനറേറ്റർ ഡയറി പ്ലാന്റിൽ എന്തിന് ആവശ്യമാണ്? വൈദ്യുതി മുടങ്ങിയാൽ പ്രവർത്തനം തുടരാൻ. ജനറേറ്റർ ഡയറി പ്ലാന്റിൽ എന്തിനാണ് ആവശ്യമാണ്? വൈദ്യുതി മുടങ്ങിയാൽ പ്രവർത്തനം തുടരാന്. എയർ കംപ്രസർ എന്തിന് ഉപയോഗിക്കുന്നു? എയർ കംപ്രസർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ന്യൂമാറ്റിക് യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കാൻ. ന്യൂമാറ്റിക് യന്ത്രങ്ങൾ പ്രവർത്തിക്കാനാണ് എയർ കംപ്രസർ ഉപയോഗിക്കുന്നു.
തെർമോമീറ്റർ ഉപയോഗിക്കുന്നത് എന്തിന്? പാലിന്റെ താപനില പരിശോധിക്കാൻ. പാലിന്റെ താപനില പരിശോധിക്കാൻ തെർമോമീറ്റർ ഉപയോഗിക്കുന്നു. ഹൈഗ്രോമീറ്റർ എന്ത് അളക്കുന്നു? ഈർപ്പം, ഹ്യൂമിഡിറ്റി അളക്കുന്നു അല്ലെ. ഹൈഗ്രോമീറ്റർ എന്തളക്കുന്നു? ഈർപ്പം, ഹ്യൂമിഡിറ്റി അളക്കുന്നു. കേരളത്തിലെ ക്ഷീര സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രധാന സംഘടന ഏത്? കേരളത്തിലെ ക്ഷീര സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രധാന സംഘടന ഏതാണ്? മിൽമയാണ് അല്ലെ. കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ. കേരളത്തിലെ ക്ഷീര സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രധാന സംഘടനയാണ് മിൽമ കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ. ഓർത്തിരിക്കണം കേട്ടോ. അടുത്ത്, ക്ഷീര സഹകരണ സംഘങ്ങളുടെ പ്രധാന ലക്ഷ്യം എന്ത്? ക്ഷീര സഹകരണ സംഘങ്ങളുടെ പ്രധാന ലക്ഷ്യം എന്താണ്? കർഷകർക്ക് ന്യായമായ വില ഉറപ്പാക്കുകയും പാൽ വിപണനം കാര്യക്ഷമമാക്കുകയും ചെയ്യുക. ക്ഷീര കർഷകർക്ക് ന്യായമായ വില ഉറപ്പാക്കുകയും പാൽ വിപണനം കാര്യക്ഷമമാക്കുകയും ചെയ്യുക എന്നാണ് ക്ഷീര സഹകരണ സംഘങ്ങളുടെ പ്രധാന ലക്ഷ്യം. അടുത്ത ചോദ്യം, ക്ഷീര സഹകരണ സംഘങ്ങൾ ഗ്രാമീണ തൊഴിലവസരം എങ്ങനെ സൃഷ്ടിക്കുന്നു? ക്ഷീര സഹകരണ സംഘങ്ങൾ ഗ്രാമീണ തൊഴിലവസരം എങ്ങനെ സൃഷ്ടിക്കുന്നു? പാൽ ശേഖരണം, ഗതാഗതം, പ്രോസസ്സിംഗ്, വിതരണ മേഖലകളിൽ ജോലി നൽകുന്നു. അപ്പോൾ ക്ഷീര സഹകരണ സംഘങ്ങളെ ഗ്രാമീണ തൊഴിലവസരം എങ്ങനെയാണ് സൃഷ്ടിക്കുന്നത്? പാൽ ശേഖരണം, ഗതാഗതം, പ്രോസസ്സിംഗ്, വിതരണ മേഖലകളിൽ ജോലി നൽകുന്നു. കേരളത്തിലെ ഓപ്പറേഷൻ ഫ്ലഡ് പദ്ധതി നടപ്പിലാക്കിയ സ്ഥാപനം ഏത്? കേരളത്തിലെ ഓപ്പറേഷൻ ഫ്ലഡ് പദ്ധതി നടപ്പിലാക്കിയ സ്ഥാപനം ഏത്? നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് NDDB ആണ് കേരളത്തിലെ ഓപ്പറേഷൻ ഫ്ലഡ് പദ്ധതി നടപ്പിലാക്കിയ സ്ഥാപനം. ഓപ്പറേഷൻ ഫ്ലഡ് പദ്ധതി എന്തിനാണ് അറിയപ്പെടുന്നത്? ഓപ്പറേഷൻ ഫ്ലഡ് പദ്ധതി എന്തിനാണ് അറിയപ്പെടുന്നത്? ഇന്ത്യയിലെ വൈറ്റ് റെവല്യൂഷൻ, പാൽ വിപ്ലവം. ഇന്ത്യയിലെ വൈറ്റ് റെവല്യൂഷൻ അല്ലെങ്കിൽ പാൽ വിപ്ലവം. അടുത്ത ചോദ്യം, ക്ഷീര സഹകരണ സംഘങ്ങൾ സ്ത്രീ ശാക്തീകരണത്തിൽ എന്ത് പങ്ക് വഹിക്കുന്നു? ക്ഷീര സഹകരണ സംഘങ്ങൾ സ്ത്രീ ശാക്തീകരണത്തിൽ എന്ത് പങ്ക് വഹിക്കുന്നു? വനിതാ ക്ഷീര സംഘങ്ങളിലൂടെ വരുമാന വർധനവും സാമ്പത്തിക സ്വയം പര്യാപ്തതയും ഉറപ്പാക്കുന്നു. വനിതാ ക്ഷീര സംഘങ്ങളിലൂടെ വരുമാന വർധനവും അതോടൊപ്പം തന്നെ സാമ്പത്തിക സ്വയം പര്യാപ്തതയും ഉറപ്പാക്കുന്നു. അടുത്ത ചോദ്യം, ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ ക്ഷീര മേഖലയ്ക്കുള്ള പ്രധാന ഗുണം എന്ത്? ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ ക്ഷീര മേഖലയ്ക്കുള്ള പ്രധാന ഗുണം എന്ത്? കൃഷിയോടൊപ്പം സ്ഥിരമായ ദൈനംദിന വരുമാനം. അതാണ് ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിലെ ക്ഷീരമേഖലയ്ക്കുള്ള പ്രധാന ഗുണം. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിലെ ക്ഷീരമേഖലയ്ക്കുള്ള പ്രധാന ഗുണം എന്താണ്? കൃഷിയോടൊപ്പം സ്ഥിരമായ ദൈനംദിന വരുമാനം. അടുത്ത ചോദ്യം, മിൽമയുടെ പ്രധാന പ്രവർത്തനം എന്ത്? മിൽമയുടെ പ്രധാന പ്രവർത്തനം എന്താണ്? പാൽ ശേഖരണം, സംസ്കരണം, വിപണനം. പാൽ ശേഖരണം, സംസ്കരണം, വിപണനം എന്നിവയാണ് മിൽമയുടെ പ്രധാന പ്രവർത്തനം. ക്ഷീര സഹകരണ മാതൃകയുടെ പ്രചോദനം ലഭിച്ചത് ഏത് സംസ്ഥാനത്ത് നിന്നാണ്? ക്ഷീര സഹകരണ മാതൃകയുടെ പ്രചോദനം ലഭിച്ചത് ഏത് സംസ്ഥാനത്ത് നിന്നാണ്? ഗുജറാത്ത്. ആനന്ദ് മാതൃകയാണ്. ഗുജറാത്തിലെ ആനന്ദ് മാതൃകയിൽ നിന്നാണ് പ്രചോദനം ലഭിച്ചത്. ഫസ്റ്റ് എയ്ഡ് എന്നത് എന്ത്? ഫസ്റ്റ് എയ്ഡ് എന്നത് എന്താണ്? അപകടമോ അസുഖമോ സംഭവിച്ചു ഉടനെ നൽകുന്ന പ്രാഥമിക ശുശ്രൂഷ. അതാണല്ലേ ഫസ്റ്റ് എയ്ഡ് എന്നത്. എന്നതാണ് ഫസ്റ്റ് എയ്ഡ് എന്നത്? അപകടമോ അസുഖമോ സംഭവിച്ച ഉടനെ നൽകുന്ന പ്രാഥമിക ശുശ്രൂഷ. CPR എന്നതിന്റെ പൂർണ്ണ രൂപം എന്ത്? CPR എന്നതിന്റെ പൂർണ്ണ രൂപം എന്താണ്? കാർഡിയോ പൾമനറി റെസ്യൂസിയേഷൻ. കാർഡിയോ പൾമനറി റെസ്യൂസിയേഷൻ. അടുത്ത ചോദ്യം, CPR നൽകേണ്ട സാഹചര്യം ഏത്? CPR നൽകേണ്ട സാഹചര്യം ഏത്? ശ്വാസവും ഹൃദയമിടിപ്പും നിർത്തിയാൽ. ശ്വാസവും ഹൃദയമിടിപ്പും നിർത്തിയാലാണ് CPR നൽകേണ്ട സാഹചര്യം. ബേൺസ് ഉണ്ടായാൽ ആദ്യം ചെയ്യേണ്ടത് എന്ത്? ബേൺസ് ഉണ്ടായാൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? തണുത്ത വെള്ളത്തിൽ ആ പ്രസ്തുത ഭാഗം കഴുകുക. ഐസ് നേരിട്ട് ഉപയോഗിക്കരുത്. ബേൺസ് ഉണ്ടായാൽ ആദ്യം ചെയ്യേണ്ടത് തണുത്ത വെള്ളത്തിൽ ഭാഗം കഴുകുക, ഐസ് നേരിട്ട് ഉപയോഗിക്കരുത്. ഫ്രാക്ചർ ഉണ്ടായാൽ എന്ത് ചെയ്യണം? ഭാഗം അചലമായി വയ്ക്കുക. ഭാഗം അചലമായി വയ്ക്കുക. ഫ്രാക്ചർ ഉണ്ടായാൽ ഭാഗം അചലമായി വയ്ക്കുക. സിവിയർ ബ്ലീഡിംഗ് ഉണ്ടായാൽ എന്ത് ചെയ്യണം? സിവിയർ ബ്ലീഡിംഗ് ഉണ്ടായാൽ എന്ത് ചെയ്യണം?
ശുദ്ധമായ തുണി കൊണ്ട് അമർത്തി രക്തസ്രാവം നിയന്ത്രിക്കുക. ശുദ്ധമായ തുണി കൊണ്ട് അമർത്തി രക്തസ്രാവം നിയന്ത്രിക്കുക. സ്നേക്ക് ബിറ്റ് ഉണ്ടായാൽ എന്ത് ചെയ്യരുത്? സ്നേക്ക് ബിറ്റ് ഉണ്ടായാൽ എന്ത് ചെയ്യരുത്? മുറിവ് മുറിക്കരുത്, വിഷം ചൂഷണം ചെയ്യരുത്. മുറിവ് മുറിക്കരുത്, വിഷം ചൂഷണം ചെയ്യരുത്. അൺകോൺഷ്യസ് വ്യക്തിയെ ഏത് നിലയിൽ കിടത്തണം? അൺകോൺഷ്യസ് വ്യക്തി ഏത് നിലയിൽ കിടത്തണം? റിക്കവറി പൊസിഷനിൽ കിടത്തണം. ചോക്കിംഗ് ഉണ്ടായാൽ ഏത് പ്രക്രിയ ഉപയോഗിക്കാം? ചോക്കിംഗ് ഉണ്ടായാൽ ഏത് പ്രക്രിയ ഉപയോഗിക്കാം? ഹെമിലിച്ച് മാന്യൂവർ ഉപയോഗിക്കാം അല്ലെ. ചോക്കിംഗ് ഉണ്ടായാൽ ഏത് പ്രക്രിയ ഉപയോഗിക്കാം? ഹെമിലിച്ച് മാന്യൂവർ ഉപയോഗിക്കാം. ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാന വസ്തുക്കൾ ഏതൊക്കെ? ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാന വസ്തുക്കൾ ഏതൊക്കെയാണ്? ബാൻഡേജ്, ഗോസ്, ആന്റിസെപ്റ്റിക്, കത്തി, ഗ്ലൗസ്. ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാന വസ്തുക്കൾ ഏതാണ്? ബാൻഡേജ്, ഗോസ്, ആന്റിസെപ്റ്റിക്, കത്തി, ഗ്ലൗസ്. അടുത്ത ചോദ്യം, ഇന്ത്യയില് ഭക്ഷ്യസുരക്ഷ നിയന്ത്രിക്കുന്ന പ്രധാന നിയമം ഏത്? ഇന്ത്യയിൽ ഭക്ഷ്യസുരക്ഷ നിയന്ത്രിക്കുന്ന പ്രധാന നിയമം ഏതാണ്? ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് 2006. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് 2006. FSSAI എന്നതിന്റെ പൂർണ്ണ രൂപം എന്ത്? FSSAIയുടെ പൂർണ്ണ രൂപം എന്താണ്? ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. പാലിൽ ഉള്ള കൊഴുപ്പ് ശതമാനം എങ്ങനെ നിർണ്ണയിക്കുന്നു? പാലിലുള്ള കൊഴുപ്പ് ശതമാനം എങ്ങനെ നിർണ്ണയിക്കുന്നു? എങ്ങനെയാണ് നിർണ്ണയിക്കുന്നത്? ഗർബർ മെത്തേഡിലൂടെ നിർണ്ണയിക്കുന്നു അല്ലെ. പാലിലുള്ള കൊഴുപ്പ് ശതമാനം എങ്ങനെ നിർണ്ണയിക്കുന്നു? ഗർബർ മെത്തേഡ്. പാസ്ചറൈസേഷൻ എന്നത് എന്ത്? നിർദ്ദിഷ്ട താപനിലയിൽ ചൂടാക്കി രോഗാണുക്കൾ നശിപ്പിക്കൽ. നിർദ്ദിഷ്ട താപനിലയിൽ ചൂടാക്കി രോഗാണുക്കൾ നശിപ്പിക്കലാണ് പാസ്ചറൈസേഷൻ. HTST പാസ്ചറൈസേഷൻ താപനിലയും സമയവും 72 ഡിഗ്രി സെൽഷ്യസ് 15 സെക്കൻഡ്. HTST പാസ്ചറൈസേഷൻ താപനിലയും സമയവും 72 ഡിഗ്രി സെൽഷ്യസ് 15 സെക്കൻഡ്. പാലിൽ അനുവദനീയമായ SNF കുറഞ്ഞത് എത്ര? പാലിൽ അനുവദനീയമായ SNF കുറഞ്ഞത് എത്രയാണ്? 8.5%. സാധാരണയായിട്ട് 8.5% സാധാരണയായി. MBRT ടെസ്റ്റ് എന്ത് പരിശോധിക്കുന്നു? MBRT ടെസ്റ്റ് എന്താണ് പരിശോധിക്കുന്നത്? പാലിലെ ബാക്ടീരിയ ലോഡ്. MBRT ടെസ്റ്റ് എന്താണ് പരിശോധിക്കുന്നത്? പാലിലെ ബാക്ടീരിയ ലോഡ്. അഡൾട്ടറേഷൻ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന സാധാരണ ടെസ്റ്റ്. അഡൾട്ടറേഷൻ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന സാധാരണ ടെസ്റ്റ് എന്താണ്? ലാക്ടോമീറ്റർ ടെസ്റ്റ്. അഡൾട്ടറേഷൻ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന സാധാരണ ടെസ്റ്റ് ആണ് ലാക്ടോമീറ്റർ ടെസ്റ്റ്. റോ മിൽക്ക് സംഭരണ താപനില എത്രയായിരിക്കണം? റോ മിൽക്ക് സംഭരണ താപനില എത്രയായിരിക്കണം? 4 ഡിഗ്രി സെൽഷ്യസിൽ താഴെ. റോ മിൽക്ക് സംഭരണ താപനില എത്രയായിരിക്കണം? 4 ഡിഗ്രി സെൽഷ്യസ് താഴെ. പാൽ പാക്കേജിംഗിൽ നിർബന്ധമായുള്ള വിവരങ്ങൾ ഏതൊക്കെ? പാൽ പാക്കേജിംഗിൽ നിർബന്ധമായുള്ള വിവരങ്ങൾ ഏതൊക്കെയാണ്? FSSAI ലൈസൻസ് നമ്പർ, നിർമ്മാണ തീയതി, കാലാവധി തീയതി. FSSAI ലൈസൻസ് നമ്പർ, നിർമ്മാണ തീയതി, കാലാവധി തീയതി ഈ വിവരങ്ങൾ നിർബന്ധമായും ഉണ്ടായിരിക്കണം. പ്ലാന്റിൽ പാൽ സ്വീകരിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ഡയറി പ്ലാന്റില് പാൽ സ്വീകരിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? മിൽക്ക് റിസീവിംഗ് ടാങ്ക്. മിൽക്ക് റിസീവിംഗ് ടാങ്ക് ആണ് ഡയറി പ്ലാന്റിലെ പാൽ സ്വീകരിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. അടുത്ത ചോദ്യം, പാൽ തണുപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? പാൽ തണുപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ചില്ലിംഗ് ടാങ്ക് അല്ലെങ്കിൽ ബൾക്ക് മിൽക്ക് കൂളർ ആണ് പാൽ തണുപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. പാൽ തണുപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ചില്ലിംഗ് ടാങ്ക്, ബൾക്ക് മിൽക്ക് കൂളർ. പാൽ പാസ്ചറൈസ് ചെയ്യുന്നതിനുള്ള ഉപകരണം ഏത്? പാല് പാസ്ചറൈസ് ചെയ്യുന്നതിനുള്ള ഉപകരണം ഏതാണ്? പാസ്ചറൈസർ ആണ് അല്ലെ. പാൽ പാസ്ചറൈസ് ചെയ്യുന്നതിനുള്ള ഉപകരണം ഏതാണ്? പാസ്ചറൈസർ. പാൽ സമാനമാക്കുന്നതിനുള്ള ഉപകരണം ഏത്? പാല് സമാനമാക്കുന്നതിനുള്ള ഉപകരണം ഏത്? ഹോമോജനൈസർ ആണ് അല്ലെ. ഹോമോജനൈസർ ആണ് പാൽ സമാനമാക്കുന്നതിനുള്ള ഉപകരണം. ക്രീം വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ക്രീം വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? സെപ്പറേറ്റർ. സെപ്പറേറ്റർ ആണ്, ക്രീം സെപ്പറേറ്റർ ആണ്
ക്രീം വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം, ക്രീം സെപ്പറേറ്റർ. പാൽ പാക്ക് ചെയ്തുള്ള യന്ത്രം ഏത്? പാല് പാക്ക് ചെയ്യുന്നതിനുള്ള യന്ത്രം ഏത്? പാക്കിംഗ് മെഷീൻ ആണ്. പാൽ പാക്ക് ചെയ്യുന്നുള്ള യന്ത്രം ഏതാണ്? പാക്കിംഗ് മെഷീൻ. പാൽ ചൂടാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? പാല് ചൂടാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ഏതാണ്? ബോയിലർ. ബോയിലർ ആണ് പാൽ ചൂടാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഡയറി പ്ലാന്റിൽ പൈപ്പുകൾ ശുചീകരിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനം എന്ത്? ഡയറി പ്ലാന്റില് പൈപ്പുകൾ ശുചീകരിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനം എന്ത്? CIP ആണ്. CIP എന്താണത്? ക്ലീനിങ് ഇൻ പ്ലേസ്. ക്ലീനിങ് ഇൻ പ്ലേസ് സിസ്റ്റം. CIP സിസ്റ്റം ആണ് ഡയറി പ്ലാന്റില് പൈപ്പുകളൊക്കെ ശുചീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സംവിധാനം. ക്ലീനിങ് ഇൻ പ്ലേസ്, CIP. പാൽ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന വലിയ ടാങ്കുകൾ ഏത്? പാൽ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന വലിയ ടാങ്കുകൾ ഏത്? ഏതാണ്? സ്റ്റോറേജ് ടാങ്കുകൾ. പാൽ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന വലിയ ടാങ്കുകൾ ഏതാണ്? സ്റ്റോറേജ് ടാങ്കുകൾ. പാൽ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? പാൽ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ഏതാണ്? വെയിങ് സ്കെയിൽ അല്ലെങ്കിൽ ഫ്ലോ മീറ്റർ. വെയിങ് സ്കെയിൽ അല്ലെങ്കിൽ ഫ്ലോ മീറ്റർ ആണ് പാൽ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. പാലിലെ കൊഴുപ്പ് ശതമാനം കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? പാലിലെ കൊഴുപ്പ് ശതമാനം കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? പാലിലെ കൊഴുപ്പ് ശതമാനം കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ഏതാണ്? ഗർബർ ബ്യൂട്ടിറോമീറ്റർ ആണ്. ഗർബർ ബ്യൂട്ടിറോമീറ്റർ ആണ് പാലിലെ കൊഴുപ്പ് ശതമാനം കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഗർബർ ബ്യൂട്ടിറോമീറ്റർ. അടുത്ത ചോദ്യം, പാലിന്റെ സാന്ദ്രത ഡെൻസിറ്റി പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? പാലിന്റെ സാന്ദ്രത പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ലാക്ടോമീറ്റർ. ലാക്ടോമീറ്റർ ആണ് പാലിന്റെ സാന്ദ്രത പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. പാലിലെ SNF കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? പാലിലെ SNF കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ലാക്ടോമീറ്റർ ഉപയോഗിച്ച് കണക്കാക്കുന്നു. പാലിലെ SNF കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ലാക്ടോമീറ്റർ ഉപയോഗിച്ച് കണക്കാക്കുന്നു. പാലിന്റെ അസിഡിറ്റി പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? പാലിന്റെ അസിഡിറ്റി പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ബ്യൂററ്റ് ഉപയോഗിച്ചുള്ള ടൈട്രേഷൻ രീതിയിലൂടെ. ബ്യൂററ്റ് ഉപയോഗിച്ചുള്ള ടൈട്രേഷൻ രീതിയിലൂടെയാണ് പാലിന്റെ അസിഡിറ്റി പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. പാലിന്റെ pH പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? പാലിന്റെ pH പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? pH മീറ്റർ. പാലിന്റെ pH പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? pH മീറ്റർ. പാലിൽ വെള്ളം ചേർത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? പാലിൽ വെള്ളം ചേർത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ലാക്ടോമീറ്റർ. ലാക്ടോമീറ്റർ ആണ് പാലിൽ വെള്ളം ചേർത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. പാലിലെ മൈക്രോബയോളജിക്കൽ പരിശോധനയ്ക്കുള്ള ഉപകരണം ഏത്? പാലിലെ മൈക്രോബയോളജിക്കൽ പരിശോധനയ്ക്കുള്ള ഉപകരണം ഏത്? ഏതാണ്? ഇൻക്യുബേറ്റർ. ഇൻക്യുബേറ്റർ ആണ് പാലിലെ മൈക്രോബയോളജിക്കൽ പരിശോധനയ്ക്കുള്ള ഉപകരണം. ഏതാണ്? ഇൻക്യുബേറ്റർ. പാലിലെ മൊത്തം ഘടകങ്ങൾ പരിശോധിക്കുന്ന ആധുനിക ഉപകരണം ഏത്? പാലിലെ മൊത്തം ഘടകങ്ങൾ പരിശോധിക്കുന്ന ആധുനിക ഉപകരണം ഏത്? ഏതാണ്? മിൽക്ക് അനലൈസർ. മിൽക്ക് അനലൈസർ ആണ് പാലിലെ മൊത്തം ഘടകങ്ങൾ പരിശോധിക്കുന്ന ആധുനിക ഉപകരണം. മിൽക്ക് അനലൈസർ. പാലിന്റെ താപനില പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? പാലിന്റെ താപനില പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? തെർമോമീറ്റർ. തെർമോമീറ്റർ ആണ് പാലിന്റെ താപനില പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. പാലിൽ ഫോർമാലിൻ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏത്? പാലില് ഫോർമാലിൻ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതാണ്? ഫോർമാലിൻ ടെസ്റ്റ്. കെമിക്കൽ ടെസ്റ്റ് മെത്തേഡ് ആണ് അല്ലേ? പാലിൽ ഫോർമാലിൻ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതാണ്? ഫോർമാലിൻ ടെസ്റ്റ് അല്ലെങ്കിൽ കെമിക്കൽ ടെസ്റ്റ് മെത്തേഡ്. പാൽ ഫിൽറ്റർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? പാല് ഫിൽറ്റർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? മിൽക്ക് ഫിൽറ്റർ അല്ലെങ്കിൽ സ്ട്രെയിനർ ആണ്. മിൽക്ക് ഫിൽറ്റർ അല്ലെങ്കിൽ സ്റ്റെയിനർ. പാൽ ഫിൽറ്റർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? മിൽക്ക് ഫിൽറ്റർ അല്ലെങ്കിൽ സ്റ്റെയിനർ. പാൽ സ്റ്റാൻഡർഡൈസ്ഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സംവിധാനം ഏത്? പാൽ സ്റ്റാൻഡർഡൈസ്ഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സംവിധാനം ഏത്? സ്റ്റാൻഡർഡൈസേഷൻ യൂണിറ്റ് ആണ് അല്ലേ? പാല് സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സംവിധാനം ഏതാണ്? സ്റ്റാൻഡർഡൈസേഷൻ യൂണിറ്റ്.
പാൽ ഇളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? പാൽ ഇളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? അജിറ്റേറ്റർ. അജിറ്റേറ്റർ ആണ് പാൽ ഇളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. പാൽ ഉണക്കി പൗഡർ ആക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? പാൽ ഉണക്കി പൗഡർ ആക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? സ്പ്രേ ഡ്രയർ. പാൽ ഉണക്കി പൗഡർ ആക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? സ്പ്രേ ഡ്രയർ. സ്പ്രേ ഡ്രയർ. തൈര് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ടാങ്ക് ഏത്? തൈര് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ടാങ്ക് ഏത്? ഫെർമെന്റേഷൻ ടാങ്ക് ആണ്. ഫെർമെന്റേഷൻ ടാങ്ക് ആണ് തൈര് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ടാങ്ക്. വെണ്ണ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന യന്ത്രം ഏത്? വെണ്ണ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന യന്ത്രം ഏതാണ്? ബട്ടർ ചർൺ. ബട്ടർ ചർൺ ആണ് വെണ്ണ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന യന്ത്രം. ബട്ടർ ചർൺ. പനീർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? പനീർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? പനീർ പ്രസ് ആണ്. പനീർ പ്രസ് ആണ് പനീർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. പനീർ പ്രസ്. ഐസ്ക്രീം നിർമ്മാണത്തിൽ മിശ്രിതം ഫ്രീസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ഐസ്ക്രീം നിർമ്മാണത്തില് മിശ്രിതം ഫ്രീസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ഐസ്ക്രീം ഫ്രീസർ ആണ്. ഏതാണ്? ഐസ്ക്രീം ഫ്രീസർ. ഡയറി പ്ലാന്റിൽ ഉപയോഗിക്കുന്ന പ്രധാന പമ്പ് ഏത്? ഡയറി പ്ലാന്റിൽ ഉപയോഗിക്കുന്ന പ്രധാന പമ്പ് ഏതാണ്? സെൻട്രിഫ്യൂഗൽ പമ്പാണ് ഡയറി പ്ലാന്റിൽ ഉപയോഗിക്കുന്ന പ്രധാന പമ്പ്. ഡയറി പ്ലാന്റിൽ ഉപയോഗിക്കുന്ന പ്രധാന പമ്പ് ഏതാണ്? സെൻട്രിഫ്യൂഗൽ പമ്പ്. ഹീറ്റ് എക്സ്ചേഞ്ചർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഹീറ്റ് എക്സ്ചേഞ്ചർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? പാൽ ചൂടാക്കാനും തണുപ്പിക്കാനും. പാൽ ചൂടാക്കാനും തണുപ്പിക്കാനുമാണ് ഹീറ്റ് എക്സ്ചേഞ്ചർ ഉപയോഗിക്കുന്നത്. പ്ലേറ്റ് പാസ്ചറൈസറിന്റെ പ്രധാന ഭാഗം ഏത്? പ്ലേറ്റ് പാസ്ചറൈസറിന്റെ പ്രധാന ഭാഗം ഏത്? പ്ലേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചർ. പ്ലേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചർ ആണ് പ്ലേറ്റ് പാസ്ചറൈസറിന്റെ പ്രധാന ഭാഗം. പാലിലെ കൊഴുപ്പ് ശതമാനം കണ്ടെത്തുന്ന പരമ്പരാഗത രീതി ഏത്? പാലിലെ കൊഴുപ്പ് ശതമാനം കണ്ടെത്തുന്ന പരമ്പരാഗത രീതി ഏത്? ഗർബർ മെത്തേഡ് ആണ്. ഗർബർ മെത്തേഡ് ആണ് പാലിലെ കൊഴുപ്പ് ശതമാനം കണ്ടെത്തുന്ന പരമ്പരാഗത രീതി. ഗർബർ മെത്തേഡ്. മിൽമയുടെ പൂർണ്ണ രൂപം എന്താണ്? മിൽമയുടെ പൂർണ്ണ രൂപം എന്താണ്? കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ. കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ. KCMMFF. കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ. മിൽമയുടെ ആസ്ഥാനം എവിടെയാണ്? എവിടെയാണ്? തിരുവനന്തപുരമാണ് അല്ലേ? മിൽമയുടെ ആസ്ഥാനം തിരുവനന്തപുരം. മിൽമ ഏത് മോഡലിനെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നു? മിൽമ ഏത് മോഡലിനെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നു? ആനന്ദ് മോഡല്, സഹകരണ ക്ഷീര മോഡല്. മിൽമ ഏത് മോഡലിനെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നു? ആനന്ദ് മോഡല്, സഹകരണ ക്ഷീര മോഡല്. മിൽമയുടെ പ്രധാന ലക്ഷ്യം എന്താണ്? മിൽമയുടെ പ്രധാന ലക്ഷ്യം എന്താണ്? കർഷകരിൽ നിന്ന് പാല് ശേഖരിക്കല്, ഗുണനിലവാര പരിശോധന, സംസ്കരണം, വിപണനം. കർഷകരിൽ നിന്ന് പാല് ശേഖരിക്കല്, ഗുണനിലവാര പരിശോധന, സംസ്കരണം, വിപണനം. ഇതൊക്കെയാണ് മിൽമയുടെ പ്രധാന ലക്ഷ്യം. മിൽമയുടെ ഘടന എങ്ങനെയാണ്? മിൽമയുടെ ഘടന എങ്ങനെയാണ്? സംസ്ഥാന ഫെഡറേഷന്, 3 മേഖലാ യൂണിയനുകള്, ഗ്രാമീണ ക്ഷീര സഹകരണ സംഘങ്ങള്. സംസ്ഥാന ഫെഡറേഷന്, 3 മേഖലാ യൂണിയനുകള്, ഗ്രാമീണ ക്ഷീര സഹകരണ സംഘങ്ങള്. ഇങ്ങനെയാണ് മിൽമയുടെ ഘടന. മിൽമയുടെ 3 മേഖലാ യൂണിയനുകൾ ഏവ? 1 തിരുവനന്തപുരം റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയന്, 2 എറണാകുളം റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയന്, 3 മലബാർ റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയന്. മിൽമയുടെ 3 മേഖലാ യൂണിയനുകൾ ഏതൊക്കെയാണ്? തിരുവനന്തപുരം റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയന്, എറണാകുളം റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയന്, മലബാർ റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയന്. മിൽമയുടെ പ്രധാന ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ്? പാല്, നെയ്യ്, വെണ്ണ, തൈര്, പാൽപ്പൊടി, ഐസ്ക്രീം. പാല്, നെയ്യ്, വെണ്ണ, തൈര്, പാൽപ്പൊടി, ഐസ്ക്രീം. ഇവയാണ് മിൽമയുടെ പ്രധാന ഉൽപ്പന്നങ്ങള്. മിൽമ കർഷകർക്ക് നൽകുന്ന പ്രയോജനം എന്ത്? മിൽമ കർഷകർക്ക് നൽകുന്ന പ്രയോജനം എന്താണ്? ന്യായമായ വില, സ്ഥിരമായ വരുമാനം, വെറ്ററിനറി സേവനങ്ങള്, മൃഗാഹാര വിതരണം. ന്യായമായ വില, സ്ഥിരമായ വരുമാനം, വെറ്ററിനറി സേവനങ്ങള്, മൃഗാഹാര വിതരണം.
മിൽമയുടെ ഗുണനിലവാര പരിശോധനയിൽ പരിശോധിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെ? മിൽമയുടെ ഗുണനിലവാര പരിശോധനയിൽ പരിശോധിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെ? ഫാറ്റ്, SNF, ലാക്ടോമീറ്റർ റീഡിംഗ്, മൈക്രോബയോളജിക്കൽ പരിശോധന. മിൽമയുടെ ഗുണനിലവാര പരിശോധനയിൽ പരിശോധിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഫാറ്റ്, SNF, ലാക്ടോമീറ്റർ റീഡിംഗ്, മൈക്രോബയോളജിക്കൽ പരിശോധന. മിൽമ കേരളത്തിലെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ എങ്ങനെ സംഭാവന ചെയ്യുന്നു? മിൽമ കേരളത്തിലെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ എങ്ങനെ സംഭാവന ചെയ്യുന്നു? സ്ത്രീ ശാക്തീകരണം, തൊഴിലവസരം സൃഷ്ടിക്കല്, സഹകരണ മേഖലയെ ശക്തിപ്പെടുത്തല്, ദൈനംദിന വരുമാനം ഉറപ്പ്. അപ്പോൾ മിൽമ കേരളത്തിലെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ എങ്ങനെ സംഭാവന ചെയ്യുന്നു? സ്ത്രീ ശാക്തീകരണം, തൊഴിലവസരം സൃഷ്ടിക്കല്, സഹകരണ മേഖലയെ ശക്തിപ്പെടുത്തല്, ദൈനംദിന വരുമാനം ഉറപ്പ്. മിൽമ ഏത് ദേശീയ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു? മിൽമ ഏത് ദേശീയ സ്ഥാപനവുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത്? നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്, NDDB. മിൽമ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. NDDBയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. ദേശീയ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. ഏത് ദേശീയ സ്ഥാപനമാണ്? നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്, NDDB. മിൽമയുടെ സ്ലോഗൻ എന്താണ്? മിൽമയുടെ സ്ലോഗൻ എന്താണ്? ക്വാളിറ്റി യു ക്യാൻ ട്രസ്റ്റ്, ഗുണമേന്മയിൽ വിശ്വാസം. ക്വാളിറ്റി യു ക്യാൻ ട്രസ്റ്റ്, ഗുണമേന്മയിൽ വിശ്വാസം. ഇതാണ് മിൽമയുടെ സ്ലോഗൻ. മിൽമ ഏത് സംസ്ഥാനത്താണ് പ്രവർത്തിക്കുന്നത്? മിൽമ കേരള സംസ്ഥാനത്താണ് പ്രവർത്തിക്കുന്നത്. മിൽമ കേരള സംസ്ഥാനത്താണ് പ്രവർത്തിക്കുന്നത്. മിൽമയുടെ പ്രവർത്തനം ഏത് മേഖലയിൽ പെടുന്നു? ക്ഷീര സഹകരണ മേഖല, ഡയറി കോപ്പറേറ്റീവ് സെക്ടർ. മിൽമയുടെ പ്രവർത്തനം ഏത് മേഖലയിൽ പെടുന്നു? ക്ഷീര സഹകരണ മേഖല, ഡയറി കോപ്പറേറ്റീവ് സെക്ടറിൽ ഉൾപ്പെടുന്നു. മിൽമയുടെ ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്നത് എങ്ങനെ? മിൽമയുടെ ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്നത് എങ്ങനെയാണ്? ഡീലർമാർ വഴി, മിൽമ ബൂത്തുകൾ വഴി, സൂപ്പർ മാർക്കറ്റുകൾ വഴി. മിൽമയുടെ ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്നത് എങ്ങനെയാണ്? ഡീലർമാർ വഴി, മിൽമ ബൂത്തുകൾ വഴി, സൂപ്പർ മാർക്കറ്റുകൾ വഴി. മിൽമയുടെ കീഴിലുള്ള പ്രാഥമിക ക്ഷീര സഹകരണ സംഘങ്ങളുടെ പ്രധാന പ്രവർത്തനം എന്താണ്? മിൽമയുടെ കീഴിലുള്ള പ്രാഥമിക ക്ഷീര സഹകരണ സംഘങ്ങളുടെ പ്രധാന പ്രവർത്തനം എന്താണ്? കർഷകരിൽ നിന്ന് പാൽ ശേഖരിക്കുക, ഫാറ്റ് ആൻഡ് SNF പരിശോധന, പണമടവ് വിതരണം. അപ്പോൾ മിൽമയുടെ കീഴിലുള്ള പ്രാഥമിക ക്ഷീര സഹകരണ സംഘങ്ങളുടെ പ്രധാന പ്രവർത്തനം എന്താണ്? കർഷകരിൽ നിന്ന് പാൽ ശേഖരിക്കുക, ഫാറ്റ് ആൻഡ് SNF പരിശോധിക്കുക, പണമടവ് വിതരണം. മിൽമയുടെ സ്ഥാപനം ഏത് ദേശീയ പരിപാടിയുമായി ബന്ധപ്പെട്ടതാണ്? മിൽമയുടെ സ്ഥാപനം ഏത് ദേശീയ പരിപാടിയുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്പറേഷൻ ഫ്ലഡ്, വെള്ള വിപ്ലവം, ഓപ്പറേഷൻ ഫ്ലഡ് ആയിട്ട് ബന്ധപ്പെട്ടതാണ്. മിൽമയുടെ ഗുണനിലവാര നിയന്ത്രണ വിഭാഗം എന്ത് ഉറപ്പാക്കുന്നു? മിൽമയുടെ ഗുണനിലവാര നിയന്ത്രണ വിഭാഗം എന്ത് ഉറപ്പാക്കുന്നു? ശുചിത്വ മാനദണ്ഡങ്ങള്, ഭക്ഷ്യസുരക്ഷ, ISO HACCP മാനദണ്ഡം പാലിക്കല്. അപ്പോൾ മിൽമയുടെ ഗുണനിലവാര നിയന്ത്രണ വിഭാഗം എന്തുറപ്പാക്കുന്നു? ശുചിത്വ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കുന്നു, ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നു, ISO HACCP മാനദണ്ഡങ്ങൾ പാലിക്കല് ഉറപ്പാക്കുന്നു. മിൽമ പാൽ സംസ്കരണത്തില് പ്രധാന ഘട്ടങ്ങൾ ഏവ? മിൽമയുടെ പാൽ സംസ്കരണത്തില് പ്രധാന ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? ശേഖരണം, ശീതീകരണം, പാസ്ചറൈസേഷൻ, പാക്കിംഗ്, വിതരണ സംവിധാനം. മിൽമ പാൽ സംസ്കരണത്തിലെ പ്രധാന ഘട്ടങ്ങൾ ഏവയാണ്? ശേഖരണം, ശീതീകരണം, പാസ്ചറൈസേഷൻ, പാക്കിംഗ്, വിതരണ സംവിധാനം. മിൽമയുടെ സാമൂഹിക സംഭാവനകൾ എന്തൊക്കെ? മിൽമയുടെ സാമൂഹിക സംഭാവനകൾ എന്തൊക്കെയാണ്? വനിതാ ക്ഷീര സഹകരണ സംഘം പ്രോത്സാഹനം, ഗ്രാമീണ തൊഴിൽ സൃഷ്ടിക്കല്, കർഷക പരിശീലന പരിപാടികള്. മിൽമയുടെ സാമൂഹിക സംഭാവനകൾ എന്തൊക്കെയാണ്? വനിതാ ക്ഷീര സഹകരണ സംഘം പ്രോത്സാഹനം, അതുപോലെ തന്നെ ഗ്രാമീണ തൊഴിൽ സൃഷ്ടിക്കല്, കർഷക പരിശീലന പരിപാടികള്.
മിൽമയുടെ പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെ? മിൽമയുടെ പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? സ്വകാര്യ ബ്രാൻഡുകളുടെ മത്സരം, ഉൽപാദന ചെലവ് വർദ്ധിക്കല്, കാലാവസ്ഥാ മാറ്റം. മിൽമയുടെ പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? സ്വകാര്യ ബ്രാൻഡുകളുടെ മത്സരം, ഉൽപാദന ചെലവ് വർദ്ധിക്കല്, കാലാവസ്ഥാ മാറ്റം. മിൽമയുടെ പ്രധാന ഉൽപ്പന്ന വിഭാഗങ്ങൾ ഏതൊക്കെ? മിൽമയുടെ പ്രധാന ഉൽപ്പന്ന വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? ലിക്വിഡ് മിൽക്ക്, മിൽക്ക് പ്രൊഡക്ട്സ്, വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ്. മിൽമയുടെ പ്രധാന ഉൽപ്പന്ന വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? ലിക്വിഡ് മിൽക്ക്, മിൽക്ക് പ്രൊഡക്ട്സ്, വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ്. മിൽമയുടെ പ്രവർത്തന രീതി ഏത് സഹകരണ നിയമത്തെ അടിസ്ഥാനമാക്കിയാണ്? മിൽമയുടെ പ്രവർത്തന രീതി ഏത് സഹകരണ നിയമത്തെ അടിസ്ഥാനമാക്കിയാണ്? കേരള സഹകരണ സംഘം നിയമം, കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, KCS ആക്ട് അടിസ്ഥാനമാക്കിയാണ് മിൽമയുടെ പ്രവർത്തന രീതി. കേരള സഹകരണ സംഘം നിയമം അല്ലെങ്കിൽ KCS ആക്ട്. മിൽമയുടെ പ്രധാന ലക്ഷ്യം എന്ത്? മിൽമയുടെ പ്രധാന ലക്ഷ്യം എന്താണ്? കർഷകർക്ക് പരമാവധി ലാഭം, അതുപോലെ തന്നെ ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ള പാല്, സ്ഥിരതയുള്ള ക്ഷീരവികസനം. അപ്പോൾ മിൽമയുടെ പ്രധാന ലക്ഷ്യം എന്താണ്? കർഷകർക്ക് പരമാവധി ലാഭം, അതുപോലെ തന്നെ ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ള പാല്, സ്ഥിരതയുള്ള ക്ഷീരവികസനം. പശുവിന്റെ ശാസ്ത്രീയ നാമം എന്ത്? പശുവിന്റെ ശാസ്ത്രീയ നാമം എന്ത്? എന്താണ്? ബോസ് ടോറസ്. ബോസ് ടോറസ് എന്നാണ് പശുവിന്റെ ശാസ്ത്രീയ നാമം. പശുവിന്റെ ശാസ്ത്രീയ നാമം ഓർത്തിരിക്കണം, ബോസ് ടോറസ്. അടുത്ത ചോദ്യം, പശുവിന്റെ ആമാശയത്തിന് എത്ര അറകളുണ്ട്? പശുവിന്റെ ആമാശയത്തിന് എത്ര അറകളുണ്ട്? 4 അറകൾ. ഏതൊക്കെയാണ്? റൂമൻ, റെറ്റിക്കുലം, ഒമാസം, അബോമാസം. അപ്പോൾ പ്രത്യേകം ഓർത്തിരിക്കുക, പശുവിന്റെ ആമാശയത്തിന് 4 അറകളുണ്ട്. റൂമൻ, റെറ്റിക്കുലം, ഒമാസം, അബോമാസം. അടുത്ത ചോദ്യം, പശുക്കളുടെ ശരാശരി ആയുസ് എത്രയാണ്? പശുക്കളുടെ ശരാശരി ആയുസ് എത്രയാണ്? 15 മുതൽ 20 വർഷം വരെയാണ് പശുക്കളുടെ ശരാശരി ആയുസ്. അടുത്ത ചോദ്യം, ലോകത്തില് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന പശു ഇനം ഏതാണ്? ലോകത്തില് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന പശു ഇനം ഏതാണ്? ഹോൾസ്റ്റീൻ ഫ്രീഷ്യൻ ആണ്. ഹോൾസ്റ്റീൻ ഫ്രീഷ്യൻ ആണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന പശു ഇനം. ഏതാണ്? ഹോൾസ്റ്റീൻ ഫ്രീഷ്യൻ. പശുവിന്റെ ഗർഭകാലം എത്ര ദിവസമാണ്? പശുവിന്റെ ഗർഭകാലം എത്ര ദിവസമാണ്? ഏകദേശം 280 മുതൽ 285 ദിവസങ്ങളാണ് പശുവിന്റെ ഗർഭകാലം. പ്രത്യേകം ഓർത്തിരിക്കുക, പശുവിന്റെ ഗർഭകാലം എത്ര ദിവസമാണ്? ഏകദേശം 280 285 ദിവസങ്ങള്. കേരളത്തിന്റെ സ്വന്തം കുള്ളൻ പശു ഏതാണ്? കേരളത്തിന്റെ സ്വന്തം കുള്ളൻ പശു ഏതാണ്? ഏതാണ്? വെച്ചൂർ പശുവാണ് അല്ലെ? വെച്ചൂർ പശുവാണ് കേരളത്തിന്റെ സ്വന്തം കുള്ളൻ പശു. കേരളത്തിന്റെ സ്വന്തം കുള്ളൻ പശു ഏതാണ്? വെച്ചൂർ പശു. അടുത്ത ചോദ്യം, ഇന്ത്യയില് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയില് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. രാജസ്ഥാനും മുൻപന്തിയിലുണ്ട്, ഓർത്തിരിക്കുക കേട്ടോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. രാജസ്ഥാനും മുൻപന്തിയിലുണ്ട്. അടുത്ത ചോദ്യം, വെളുത്ത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? വെളുത്ത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? വർഗീസ് കുര്യൻ ആണ് അല്ലെ? വർഗീസ് കുര്യൻ ആണ് വെളുത്ത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. വെളുത്ത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? വർഗീസ് കുര്യൻ. ലോകത്തിലെ ഏറ്റവും ചെറിയ പശുവിനം ഏതാണ്? ലോകത്തിലെ ഏറ്റവും ചെറിയ പശുവിനം ഏതാണ്? വെച്ചൂർ പശുവാണ് അല്ലെ? ഇത് കേരളത്തിന്റെ അഭിമാനമാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ പശുവിനം ഏതാണ്? വെച്ചൂർ പശു. ഇത് കേരളത്തിന്റെ അഭിമാനമാണ്, ഓർത്തിരിക്കണം കേട്ടോ. പശുക്കളുടെ വർഗീകരണത്തില് കാമധേനു എന്ന് വിശേഷിക്കപ്പെടുന്നത് പശു ഏത്? കാമധേനു എന്ന് പലരും കേട്ടിട്ടുണ്ടാവും. പക്ഷെ അത് എന്താണ്, അതിനെ അങ്ങനെ വിശേഷിപ്പിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് പലർക്കും അറിയത്തില്ല അല്ലെ? പശുക്കളുടെ വർഗീകരണത്തില് കാമധേനു എന്ന് വിശേഷിപ്പിക്കുന്ന പശു ഏത്? പുരാണങ്ങളിൽ പറയുന്ന എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരുന്ന ദിവ്യ പശുവാണ് കാമധേനു. അപ്പോൾ ഓർത്തിരിക്കണം, പുരാണങ്ങളിൽ പറയുന്ന എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരുന്ന ദിവ്യ പശുവാണ് കാമധേനു. അടുത്ത ചോദ്യം,
പശുക്കൾക്ക് മുകളിലെ നിരയിൽ മുൻപല്ലുകൾ ഉണ്ടോ? പശുക്കൾക്ക് മുകളിലെ നിരയില് മുൻപല്ലുകൾ ഉണ്ടോ? ആർക്കൊക്കെ അറിയാം? ഇല്ല അല്ലെ? പശുക്കൾക്ക് മുകളിലെ നിരയില് മുൻപല്ലുകൾ ഇല്ല. പകരം കട്ടിയുള്ള ഒരു ഡെന്റൽ പാഡ് ആണ് ഉള്ളത്. പ്രത്യേകം ഓർത്തിരിക്കണം, പശുക്കൾക്ക് മുകളിലത്തെ നിരയില് മുൻപല്ലുകൾ ഇല്ല, അതിന് പകരം എന്താണ്? കട്ടിയുള്ള ഒരു ഡെന്റൽ പാഡാണ് ഉള്ളത്. ബ്രസീലിന്റെ സ്വർണം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ പശുവിനം ഏത്? ബ്രസീലിന്റെ സ്വർണം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ പശുവിനം ഏത്? ഗീർ. ഗീർ ആണ് ബ്രസീലിന്റെ സ്വർണം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ പശുവിനം. ഗുജറാത്തിൽ നിന്നുള്ള ഈ ഇനം പശുക്കളെ ബ്രസീല് വലിയ തോതിൽ ഇറക്കുമതി ചെയ്ത് വളർത്തുന്നുണ്ട്. അപ്പോൾ ബ്രസീലിന്റെ സ്വർണം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ പശുവിനം ഏതാണ്? ഗീറാണ്. ഗുജറാത്തിൽ നിന്നുള്ള ഈ ഇനം പശുക്കളെ ബ്രസീൽ വലിയ തോതിൽ ഇറക്കുമതി ചെയ്ത് വളർത്തുന്നുണ്ട്. ഓർത്തിരിക്കണം കേട്ടോ. അടുത്ത ചോദ്യം, പൂർണ്ണാഹാരം എന്ന് പാലിനെ വിളിക്കാൻ കാരണം എന്ത്? എല്ലാവരും പാല് കുടിക്കുന്ന ആൾക്കാരാണ്, പക്ഷേ എന്തുകൊണ്ടാണ് ഈ പാലിനെ പൂർണ്ണ ആഹാരം എന്ന് വിളിക്കുന്നത് എന്ന് പലർക്കും അറിയത്തില്ല. അപ്പോൾ അതിനുള്ള കാരണം എന്താണ്? ശരീരത്തിന് ആവശ്യമായ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, കൊഴുപ്പ്, വിറ്റാമിനുകള്, ധാതുക്കള് എന്നിവ കൃത്യമായി അളവിൽ അടങ്ങിയിട്ടുള്ളതിനാലാണ് ഇതിനെ പൂർണ്ണാഹാരം എന്ന് വിളിക്കാൻ കാരണം. അപ്പോൾ ഓർത്തിരിക്കണം, ശരീരത്തിന് ആവശ്യമായ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, കൊഴുപ്പ്, വിറ്റാമിനുകള്, ധാതുക്കള് എന്നിവ കൃത്യമായ അളവിൽ അടങ്ങിയിട്ടുള്ളതിനാലാണ് ഈ പാലിനെ പൂർണ്ണാഹാരം എന്ന് വിളിക്കാൻ കാരണം. അടുത്ത ചോദ്യം, ഓപ്പറേഷൻ ഫ്ലഡ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്പറേഷൻ ഫ്ലഡ് എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇന്ത്യയിലെ പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതിയാണിത്. ഇന്ത്യയിലെ പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതിയാണിത്. എന്ത്? ഓപ്പറേഷൻ ഫ്ലഡ്. ദേശീയ പാൽ ദിനം എന്നാണ് ആഘോഷിക്കുന്നത്? നാഷണൽ മിൽക്ക് ഡേ എന്നാണ് ആഘോഷിക്കുന്നത്. ദേശീയ പാൽ ദിനം എന്നാണ്? നവംബർ 26, ഡോക്ടർ വർഗീസ് കുര്യന്റെ ജന്മദിനമാണെന്ന് അല്ലെ? അപ്പോൾ ദേശീയ പാൽ ദിനം എന്നാണ് ആഘോഷിക്കുന്നത്? നവംബർ 26, അന്ന് ഡോക്ടർ വർഗീസ് കുര്യന്റെ ജന്മദിനമാണ്. ലോക ക്ഷീരദിനം എന്നാണ്? ലോക ക്ഷീരദിനം എന്നാണ്? ജൂൺ 1. ഓർത്തിരിക്കണം കേട്ടോ. ലോക ക്ഷീരദിനം എന്നാണ്? വേൾഡ് മിൽക്ക് ഡേ എന്നാണ്? ജൂൺ 1. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ പശുവിനം ഏതാണ്? ലോകത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ പശുവിനം ഏതാണ്? ഏതാണ്? വെച്ചൂർ പശു, കേരളം. ഇതിന്റെ പാലിന് ഔഷധ ഗുണമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ പശുവിനം ഏതാണ്? വെച്ചൂർ പശുവാണ്. ഇതിന്റെ പാലിന് ഔഷധ ഗുണമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. അടുത്ത ചോദ്യം, കപില പശുക്കളുടെ പ്രത്യേകത എന്താണ്? കപില പശുക്കളുടെ പ്രത്യേകത എന്താണ്? ഇവയുടെ ശരീരവും കണ്ണും നഖവുമെല്ലാം കറുത്ത നിറമായിരിക്കും. ഇവയുടെ പാലിനും മൂത്രത്തിനും ഔഷധ ഗുണമുണ്ടെന്ന് കരുതപ്പെടുന്നു. അപ്പോൾ കപില പശുക്കളുടെ പ്രത്യേകത എന്താണ്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ കപില പശുക്കളെ കുറിച്ച്? അപ്പോൾ ആ കപില പശുക്കൾക്ക് ചില പ്രത്യേകതകളുണ്ട്. അതിന്റെ ശരീരവും കണ്ണും നഖവും എല്ലാം കറുത്ത നിറമായിരിക്കും. ഇവയുടെ പാലിനും മൂത്രത്തിനും ഔഷധ ഗുണമുണ്ടെന്ന് കരുതപ്പെടുന്നു. ഓർത്തിരിക്കണം കേട്ടോ. അടുത്ത ചോദ്യം, ലോകപ്രശസ്തമായ സ്വിസ് പശുവിനം ഏതാണ്? ലോകപ്രശസ്തമായ സ്വിസ് പശുവിനം ഏതാണ്? ഏതാണ്? ബ്രൗൺ സ്വിസ് ആണ് അല്ലെ? ലോകപ്രശസ്തമായ സ്വിസ് പശുവിനം ഏതാണ്? ബ്രൗൺ സ്വിസ്. ബ്രൗൺ സ്വിസ്. ചോദ്യം, ഇന്ത്യയിലെ നാരീശക്തി എന്നറിയപ്പെടുന്ന പശു ഏത്? ഇന്ത്യയിലെ നാരീശക്തി എന്നറിയപ്പെടുന്ന പശു ഏത്? ഗിർ ആണ് അല്ലെ? ഗിർ ആണ് ഇന്ത്യയിലെ നാരീശക്തി എന്നറിയപ്പെടുന്ന പശു. ഇതിന്റെ നെറ്റിത്തടം വീർത്ത ആകൃതിയിലുള്ളതാണ്. ഇത് പ്രത്യേകം ഓർത്തിരിക്കണം. ഇന്ത്യയിലെ നാരീശക്തി എന്നറിയപ്പെടുന്ന പശുവാണ് ഗീർ. ഇതിന്റെ നെറ്റിത്തടം വീർത്ത ആകൃതിയിലുള്ളതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പാൽ ഉൽപാദന സഹകരണ സംഘം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പാൽ ഉൽപാദന സഹകരണ സംഘം ഏതാണ്? അമൂൽ ആണ് അല്ലെ? ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ്. അമൂൽ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പാൽ ഉൽപാദന സഹകരണ സംഘം. കേരളത്തിലെ ക്ഷീരവികസന വകുപ്പിന് കീഴിലുള്ള പാൽ വിപണന ശൃംഖല ഏതാണ്? കേരളത്തിലെ ക്ഷീരവികസന വകുപ്പിന് കീഴിലുള്ള പാൽ വിപണന ശൃംഖല ഏതാണ്? മിൽമയാണ് അല്ലെ? കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ. കേരളത്തിലെ ക്ഷീരവികസന വകുപ്പിന് കീഴിലുള്ള പാൽ വിപണന ശൃംഖല ഏതാണ്? മിൽമ. കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ.
അടുത്ത ചോദ്യം, പശുവിന്റെ ശരീര താപനില എത്രയാണ്? പശുവിന്റെ ശരീര താപനില എത്രയാണ്? ഏകദേശം 101.5 ഡിഗ്രി F ആണ് അതിന്റെ, അതായത് 38.6 ഡിഗ്രി സെൽഷ്യസ് ആണ് പശുവിന്റെ ശരീര താപനില. അപ്പോൾ കൃത്യമായിട്ട് ഓർത്തിരിക്കണം, ഏകദേശം 101.5 ഡിഗ്രി F ആണ് ശരീര താപനില, അത് 38.6 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലെ ശരീര താപനില പശുവിന്റെ, ഓർത്തിരിക്കുക. അടുത്ത്, പശുക്കൾ അയവിറക്കുന്ന പ്രക്രിയയെ എന്തു വിളിക്കുന്നു? പലപ്പോഴും നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും പശുക്കള് അയവിറക്കുന്നതായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പക്ഷെ അതിനെ എന്താണ് വിളിക്കുന്നത് എന്ന് പലർക്കും അറിയത്തില്ല. എന്താണ്? റൂമിനേഷൻ എന്നാണ് വിളിക്കുന്നത് അല്ലെ. പശുക്കൾ അയവിറക്കുന്ന പ്രക്രിയ എന്ത് വിളിക്കുന്നു? റൂമിനേഷൻ. റൂമിനേഷൻ എന്നാണ് പശുക്കൾ അയവിറക്കുന്ന പ്രക്രിയയെ വിളിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.